അപ്പോൾ ഈ കാലത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നൂലപ്പാണ് കേട്ടോ. അപ്പോൾ നൂലപ്പം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തുടങ്ങിയാലാണ് പിടിച്ച് 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 വേഗം അത് തീരുള്ളൂ കേട്ടോ. അപ്പോൾ മാവിൽ ചെറിയ വെള്ളം കൂടിയോണ്ട് അത് കുറച്ചും കൂടി മാവ് അരിപ്പൊടി ഇട്ടിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഇതേ ചായ തിളച്ചിട്ടുണ്ട്. കട്ടൻ ചായ മാത്രമാണ് ചേട്ടന്മാർ കുടിക്കുള്ളൂ. അപ്പൂസ് ഇത് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തോട് കൂടി എണീറ്റ് വന്നിട്ടുണ്ട്. സാധാരണ ഈ ടൈമിലൊന്നും എണീക്കാറ് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നൂലപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ. കൈ നല്ല വേദന എടുക്കും ഈ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും നൂലപ്പത്തിലേക്കൊന്നും നോക്കണ്ട, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. ഇത് പുതിയ അച്ചായതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ഇഡ്ഡലി തട്ടിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 തട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. മറ്റേതിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾ. ഇത് പുതിയതായതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റും അതുപോലെ തന്നെ ഇത് ഈ ഒരു സംഭവം ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ നൂലപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി കാസറോളിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചേട്ടന്മാർ ഒരു 7 മണി കഴിയുമ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ കുളിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 7:45 ഇവർക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചായയും കടികളും റെഡിയാക്കണം. എല്ലാ ദിവസവും ഇതുപോലെ കടിയും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന ദിവസം നമ്മൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഇനി ജോബൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല കേട്ടോ. 2 പേർക്ക് ഇപ്പോൾ ജോബ് ആവാത്തത് കൊണ്ട് വലിയ സീനില്ല. ജോലിക്ക് പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കുറേശ്ശെ കുറയും കേട്ടോ. അങ്ങനെ അതേ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളും കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ.